ഇന്ന് എൻ്റെ ദൈവത്തിൽ നമ്മളോടൊപ്പം കേരളത്തിലെ ഭാരതത്തിലെ പ്രമുഖ ശാസ്ത്രജ്ഞൻ ശ്രീ നമ്പി നാരായണൻ. എൻ്റെ ഒരുപാട് കാലത്തെ വ്യക്തിപരമായ ആഗ്രഹമാണ് അദ്ദേഹത്തോട് സംസാരിക്കാൻ. ആ സന്തോഷം കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ആരും ഓർക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത വളരെ ലജ്ജാകരമായ പല എപ്പിസോഡ്സിലും അദ്ദേഹത്തിനെ കള്ളക്കേസിൽ കുടുക്കുകയും അദ്ദേഹത്തിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവുമെല്ലാം ലെജൻഡറിയാണ്. ശ്രീ നമ്പി നാരായണനാണ്, ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ദൈവിക ദർശനങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. അങ്ങൊരു ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ആദ്യം ഒരു ആമുഖമായി തന്നെ ഈ വിശ്വാസം, ദൈവം പോലുള്ള കാര്യങ്ങളെ അങ്ങ് എങ്ങനെയാ കാണുന്നത്? അങ്ങയുടെ വീട്ടിലൊക്കെ ധാരാളം പൂജയും പ്രാർത്ഥനയും ഒക്കെ എങ്ങനെയാ കാണുന്നത്? വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അവർ ശാസ്ത്രജ്ഞനാകണമെന്നില്ല, അത് പൊളിറ്റിക്കൽ പാർട്ടി ആകണമെന്നില്ല. അത് ഓരോരുത്തരുടെ മെയിൻലി ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ദി എക്സ്പീരിയൻസ്. അപ്പോൾ അങ്ങയുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയുണ്ടായി, പ്രത്യേകിച്ച് ആ വേട്ടയാടപ്പെട്ട ദിനങ്ങളിൽ. ഒരുപക്ഷെ കേരള സമൂഹം മുഴുവൻ ഇന്ന് ലജ്ജിക്കുന്ന, തിരിഞ്ഞു നോക്കുമ്പോൾ അവക്കുമെന്ന് തോന്നുന്ന ദിവസങ്ങളാണ്. അപ്പോൾ അങ്ങേക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ദൈവം വിശ്വസിക്കുന്നത്, എൻ്റെ മനസ്സിൽ തോന്നുന്നത് സത്യമാണ് ദൈവം. നമ്മൾ ജീവിക്കുന്നത് തന്നെ സത്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ വളരെ യങ് ഏജിൽ തന്നെ എനിക്ക് ചില കാര്യങ്ങൾ വളരെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ വന്ന ആളാണ് ഞാൻ. എൻ്റെ യങ് ഏജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഒരു നോർമൽ ഫാമിലിയിലുള്ള ഓൺലി ബ്രെഡ് ഏണിങ് ആൾ എൻ്റെ അച്ഛനായിരുന്നു. അപ്പം അതിനിടയ്ക്ക് നമ്മൾ പഠിക്കേണ്ടി വന്നു. പഠിക്കണം, ഒരു ഡിഗ്രി വാങ്ങിക്കണം എന്നുള്ള ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. പഠിച്ചു, ഡിഗ്രി വാങ്ങിച്ചു നല്ല രീതിയിൽ. പിന്നെ പുറത്ത് പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും എനിക്ക് തോന്നിയത് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. അത് ഈ കേസ് ഉൾപ്പെടെ. കേസ് വന്നപ്പോൾ സത്യത്തിൽ ഞാനത് ആദ്യം ഈ കേസ് വന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു കേസ് എൻ്റെ പേരിൽ ആണുള്ളത്. കാരണം നമ്മൾ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല. പിന്നെ ആരെയും എന്താ പറയാൻ, അവർക്കൊരു നമ്മൾ കാരണം അവർക്കൊരു ദുരന്തങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഈ കേസ് എന്തിനാ വന്നു എന്നുള്ള പിന്നെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവർ ഈ കേസ് കള്ളക്കേസ് ഉണ്ടാക്കിയത് മാത്രമല്ല, അത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള പല എവിഡൻസസും അവർ ക്രിയേറ്റ് ചെയ്യായിരുന്നു. ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ആക്ച്വലി ഇറ്റ്സ് എ ക്രിമിനൽ ആക്ട്. ഇറ്റ്സ് എ ക്രിമിനൽ ആക്ട്. Criminal act in the sense that they not only created fabricated a case, പക്ഷെ അത് ഇതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള എന്തൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് വയ്ക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു എന്നെ അവർ കോർണർ ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ മെഡ്രാസിലെ ഇവിടെ താമസിച്ചിരുന്നല്ലോ, അല്ല ലൂസിയ ഹോട്ടലിൽ താമസിച്ചിരുന്നല്ലോ, അതിന് എവിഡൻസ് ഉണ്ട്, കാണിക്കട്ടെ, ഇങ്ങനെ കണ്ടതിന് രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നി, ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. ഈ ചാരക്കേസ് ഒരു കള്ളക്കേസാണ്, ഫാബ്രിക്കേറ്റഡ് കേസാണ്. ഇത് CBI കണ്ടെത്തി ആ കാര്യം സുപ്രീം കോടതി വരെ അക്സെപ്റ്റ് ചെയ്തു. ഇനി കള്ളക്കേസാണ് എന്ന് പറയുന്ന CBI എന്തുകൊണ്ടാണ് ഈ കള്ളക്കേസ് വന്നു എന്നും എൻ്റെ അഭിപ്രായത്തിൽ അവർ പറഞ്ഞില്ല, ഇന്ന് വരെ പറഞ്ഞില്ല. പലരും അവർക്ക് തോന്നിയ രീതിയിൽ അതിന് ഒരു വ്യാഖ്യാനം, മറ്റേ ഒരു ചീഫ് മിനിസ്റ്ററെ ഇറക്കാൻ വേണ്ടി ഇത് ചെയ്തു എന്ന് ചിലർ പറയുന്നു. പിന്നെ പൊളിറ്റിക്കൽ ഗെയിമാണ് എന്ന് ചിലർ പറയുന്നു. പക്ഷേ സത്യത്തിൽ ഈ ചാരക്കേസ് വന്ന് കള്ളക്കേസാണ് എന്ന് നമുക്ക് തെളിഞ്ഞതിന് ശേഷം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണുള്ളത് ആലോചിക്കണം. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വലിയ കാര്യം കണ്ടതിന് മുമ്പ് നിൽക്കുന്നത്, ക്രയോജനിക് സിസ്റ്റം ഗോട്ട് ഡിലേഡ്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഡിലേ ആയി. അപ്പോൾ ഈ രണ്ടും കൂട്ടിച്ചേർക്കണം. അപ്പം ഇതിന് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ഒരു സംശയം വരുന്നത് നാച്ചുറലാണ്. അപ്പോൾ അത് ഗവൺമെൻറ് തന്നെ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, കണ്ടുപിടിക്കണം. കള്ളക്കേസാണെന്നുള്ളത് തെളിഞ്ഞല്ലോ, അതിന് സംശയമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ കള്ളക്കേസ് ഉണ്ടാക്കിയത്? പക്ഷെ അന്ന് എനിക്കിന്നും എൻ്റെ ചെറുപ്പകാലത്ത് ഓർമ്മയുണ്ടെങ്കിൽ ഒരുപാട് വേട്ടയാടപ്പെടുന്നതാണ് മാധ്യമങ്ങളുടെയൊക്കെ. എങ്ങനെയാണ് അത് പോരാടാൻ ഒരു സ്പിരിറ്റ് ഉണ്ടാകുന്നത്? കാര്യം അതൊരു തികച്ചും കോർണർ ചെയ്യപ്പെട്ട മാധ്യമങ്ങളും എല്ലാവരും എതിർത്ത് എഴുതിയപ്പോൾ അങ്ങേക്ക് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യാനുള്ള സ്പിരിറ്റ്? അല്ല, അത് അവിടെ തന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ ഒരു ദൈവവിശ്വാസം. എൻ്റെ ദൈവവിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പോകും. ഞാൻ ആറ്റുകാൽ ദേവിയുടെ ചരിത്രം തന്നെ കണ്ണകിയാണ്.
അപ്പോൾ കണ്ണകി എന്ന് പറയുന്ന ആ ദൈവം ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ദൈവമാണ്. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് ഇപ്പോഴും ആ ദേവി എൻ്റെ കൂടെ ഉണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു ചെറിയൊരു സംഭവം ഉണ്ട്. ഇൻട്രോഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം ഇവരെന്നെ എളിച്ചിരിക്കാൻ പറഞ്ഞു. എളിച്ചിരിക്കാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ ചീത്ത വാർത്തകളൊക്കെ എല്ലാം വിളിക്കുകയാണ്. ഞാൻ പിന്നെ എളിച്ചു നിന്നപ്പം യു ഡോണ്ട് ഡിസർവ് എ സീറ്റ്, യു ആർ എ ട്രൈറ്റർ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഐ വാസ് ജസ്റ്റ് കീപ്പിംഗ് ക്വയറ്റ്. അപ്പോൾ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പം യു ഡോണ്ട് ഡിസർവ് വാട്ടർ. ശരി, അതും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പ്രായം കൂടിയ ഒരാൾ, എൻ്റെ വിശ്വാസം അങ്ങേര് ഓഫീസറാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങേര് ചോദിച്ചു, സാർ പ്ലീസ് ബി സീറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, ഐ ഡോണ്ട് ഡിസർവ് എ സീറ്റ്. വൈ നോ, ഐ ആം എ ട്രൈറ്റർ. നോ, ഡു അക്സെപ്റ്റ് ഇറ്റ്? നോ സർ, ദിസ് ഈസ് വാട്ട് യുവർ മെൻ ആർ ടെലിംഗ്. ഐ ആം നോട്ട് ടെലിംഗ് ദാറ്റ്. And then he said, please, want coffee or tea? I don't want even water. അപ്പോഴാണ് പുള്ളി ചോദിച്ചത്, എന്തുകൊണ്ടാണ് വാട്ടർ വേണ്ടെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, അഗെയിൻ ദ സെയിം തിങ്, യുവർ പീപ്പിൾ ആർ ടെലിംഗ് ദറ്റ് ഐ ആം എ ട്രൈറ്റർ. അപ്പോൾ ആർ യു ഓൺ എ സത്യാഗ്രഹ എന്നാണ് അടുത്ത ചോദ്യം. അപ്പോഴാണ് എനിക്ക് ആദ്യം വരുന്ന ഒരു ബോധം, ഇതാണോ സത്യാഗ്രഹം? അത് സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഐ ഫൈൻഡ് മൈ ഇൻ്ററോഗേറ്റേഴ്സ് ആർ ബിക്കമിങ് സോർട്ട് ഓഫ് നെർവസ്. ഐ തിങ്ക് ഒരു 24-30 ഇവർ മാറ്റിയാണ് വരുന്നത്. ഷിഫ്റ്റാണ്. അവർ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇരിക്കുന്നില്ല. നമ്മൾ മാത്രമാണ് ഈ 24 hours അല്ല 34 hours അങ്ങനെ പോകുന്നത്. ഇവർ 5 മണിക്കൂർ ഉണ്ടാകും, ഷിഫ്റ്റാണ്. അപ്പോൾ പോയിട്ട് വേറൊരാൾ വരും. വരുന്നവരൊക്കെ കണ്ടാൽ ഒരു റോഗിഷ് ലുക്കാണ്. ഒരു നമ്മളെ എന്താ പറയുക, ഈ സിനിമയിൽ കാണിക്കുന്ന വില്ലന്മാരുടെ അതേ ഗസ്റ്ററിലാണ് വരുന്നത്. യൂണിഫോം ഇല്ല, പേരില്ല, പേര് ചോദിച്ചാൽ പറയത്തുമില്ല. അവർ ഏത് ഗ്രൂപ്പാണെന്ന് പോലും എനിക്ക് ശരിക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവരൊക്കെ മാറി വന്ന് അവസാനം ദേ ബിക്കമിങ് നെർവസ്. നിങ്ങൾ സത്യാഗ്രഹത്തിലാണ്, എത്ര സമയം നിങ്ങൾ ഇങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആസ് ലോങ് ആസ് മൈ ഫിസിക് പെർമിറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പം കുറച്ച് സമയം കഴിഞ്ഞാൽ ഐ തിങ്ക് ഒരു 34 hours ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കുഴഞ്ഞ് താഴെ വിടുന്നു. നിൽക്കാൻ പറ്റുന്നില്ല, കാല് ഒരു ഹ്യൂമൻ ബീങ് ആയതുകൊണ്ട്. പിന്നെ താഴെ വിടുന്നപ്പം ഇവരെല്ലാം എന്നെ അങ്ങനെ പൊക്കി ഒരു കട്ടിൽ കൊണ്ടിടുകയാണ്. അതെനിക്ക് ഓർമ്മ ഉണ്ട്. പിന്നീട് ഒരു ഡോക്ടർ വന്നു എന്നെ എക്സാം ചെയ്യുന്നത്, അതൊക്കെ ഓർമ്മ ഉണ്ട്. അപ്പം ഒരു പാതി മയക്കം, നമ്മൾ ഒരു ഉറക്കത്തിലുമില്ല, അങ്ങനെയുള്ള കണ്ടീഷനിലാണ്. അപ്പം അങ്ങനെ മയങ്ങിപ്പോയി. അപ്പോഴാണ് ആരോ ഒരാൾ എന്നെ തട്ടി ഉണർത്തുന്നത് പോലെ, ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാലോ എന്ന് ചോദിക്കുന്നത് പോലെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അമ്മയുടെ രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ മരിച്ച് വർഷങ്ങളായി. അപ്പോൾ അമ്മ എങ്ങനെയാണ് ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം, ഇങ്ങനെ ഉറങ്ങിയാൽ പറ്റത്തില്ല, യു ഹേവ് ടു ഫൈറ്റ് എന്ന് പറഞ്ഞു. അതൊരു സീൻ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ കുറേ ഇതുകളൊക്കെ അഡ്വൈസൊക്കെ ചെയ്തു. ഉറങ്ങാൻ പാടില്ല, നിങ്ങളിങ്ങനെ കിടക്കാൻ പാടില്ല, എളിച്ചിട്ട് ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ സംഭവം വേറെ പ്രശ്നമാകുമല്ലേ. ഫൈറ്റ് ചെയ്യണം, ഞാനും കൂടെ ഉണ്ട്. അപ്പോഴാണ് എനിക്ക് ഒരു ദൈവം, എൻ്റെ ഓർമ്മ ശരിയില്ല, പക്ഷേ ഒരു രണ്ടും കെട്ട ഒരു പൊസിഷനാണ്. ഒരു സ്ഥലത്തും തളർന്നു പോകാത്ത വിധത്തിൽ എനിക്കുണ്ടായിരുന്ന ഒരു അമാനുഷ്യ ശക്തി എന്ന് ഞാൻ പറയണമെങ്കിൽ അത് ആ ദേവിയുടെ കണ്ണകി ദേവിയുടെ അനുഗ്രഹം. നോർമൽ എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കപ്പുറം എല്ലാവർക്കും പല അനുഭവങ്ങളും ഉണ്ടാകും. പക്ഷേ ആ പല അനുഭവങ്ങളും മറ്റൊരാളുടെ യുക്തിക്ക് ചേർന്നോളണമെന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബോധ്യങ്ങളാണ്. ആ രീതിയിൽ ഏതെങ്കിലും ഈ ബിയോണ്ട് നോർമൽ എന്ന് വിളിക്കുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ്? ഞാൻ കുറച്ച് ഹിസ്റ്ററിയിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അത് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, പിന്നെ യൂറോപ്യൻ ഹിസ്റ്ററി എല്ലാം, വേൾഡ് ഹിസ്റ്ററി എല്ലാം. അപ്പോൾ അതിനെക്കുറിച്ച് കണ്ടമാനം സമയം ചിലവാക്കിയിട്ടുണ്ട്, പഠിക്കാനും പിന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ തുടങ്ങുമ്പം റോബർട്ട് ക്ലൈവാണ് അതിൻ്റെ സൃഷ്ടികർത്ത. തുടങ്ങിയത് അങ്ങനെയാണ്. ഒരിക്കൽ വന്നു, ഈ വാസ് അട്രോഷ്യസ്, കുറേ വെൽത്തൊക്കെ എല്ലാം ലൂട്ട് ചെയ്തു. പിന്നെ തിരിച്ചു പോയപ്പോഴാണ് അവരൊക്കെ കാണുന്നത്, ഇവിടെ ഇന്ത്യയിൽ വന്നാൽ ഇത്രയും പൈസ ഉണ്ടാകുമോ എന്നുള്ളത്. പിന്നെ വീണ്ടും വന്നു. അപ്പോൾ അങ്ങേര് മരിച്ച് അവരങ്ങേരുടെ ടോംബ് എവിടെയോ സ്കോട്ട്ലൻഡിലുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അപ്പം ആ ഒരു വർഷം ഞാൻ അവിടെ ഐ വെൻറ്റ് ടു സ്കോട്ട്ലൻഡ് കാർലൈൽ എന്ന് പറഞ്ഞൊരു സിറ്റിയുണ്ട്. അവിടെ റോൾസ് റോയ്സിൻ്റെ സ്പേഡാഡം എന്ന് അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് സ്പേഡാഡം. അപ്പോൾ അവിടെ റോൾസ് റോയ്സിൻ്റെ ഒരു ടെസ്റ്റ് ഫെസിലിറ്റി. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. AF ക്ലീവർ എന്നും പറഞ്ഞ് ഒരു
മാനേജിങ് ഡയറക്ടർ, ഒരു ഇംഗ്ലീഷ് ഫിലിം. പുള്ളിക്ക് ഒരു കുറ്റബോധം, നമ്മളെ ഇന്ത്യൻസിനെ കുറിച്ച് ഞാൻ അങ്ങനെ എന്തോ തെറ്റ് ചെയ്തു. he felt that the English people have blocked your progress, so which is very very bad. So ഞാൻ എന്തെങ്കിലും അതിന് ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. ആ കൂട്ടത്തിൽ ഞാൻ പുള്ളിയുടെ ചോദിച്ചു, ഇവിടെ റോബർട്ട് ക്ലൈവിൻ്റെ ഇത് പേരെന്താ, ട്രോംബ് ഇവിടെ എവിടെയെങ്കിലും അടുത്തുണ്ടോ? പുള്ളി റോബർട്ട് ക്ലൈവിനെ കുറിച്ച് ഐഡിയ ഇല്ല. പിന്നെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്തപ്പം അന്വേഷിച്ചിട്ട് പുള്ളി പറഞ്ഞ് ഒരു പർട്ടിക്കുലർ സ്ഥലത്തിലുണ്ടെന്ന് പറയുന്നു, നമുക്ക് അവിടെ പോകാം. അപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പം പുള്ളി 2 സ്ഥലത്തിൽ നേരത്തെ ചോദിച്ചു. റോബർട്ട് ക്ലൈവ് വളരെ ഡിഫിക്കൽട്ടാണ്. അങ്ങനെ റോബർട്ട് ക്ലൈവ് ഇസ് നോ മോർ എ ഹീറോ ദെയർ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ജംഗ്ഷനിൽ ഒരു ബിൽഡിംഗ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഡയറക്ഷൻ പറയാമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് ഇതിന് സ്ട്രൈറ്റ് ആയിട്ട് പോകാൻ പറഞ്ഞു. പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ഞാൻ ഡയറക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ എന്നെ നോക്കുന്നു. ബിക്കോസ് ഐ വാസ് ദ വൺ ഹു വാസ് ആസ്കിങ് ഫോർ ദ ഡയറക്ഷൻ. പിന്നെ ഞാൻ തന്നെ ഇപ്പോൾ ഡയറക്ഷൻ പറയുമ്പോൾ അങ്ങേർക്ക് ഒരു അതിശയം. ഹൗ ഐ സെഡ് വെയിറ്റ് ലെറ്റ് us ഫസ്റ്റ് ഗോ ദെയർ. അവിടെ പോയപ്പോൾ എക്സാക്ട്ലി അവിടെ കൊണ്ടെത്തിച്ചു. എത്തിച്ചപ്പം അത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ളത്. പക്ഷേ ആ സ്ഥലത്ത് നമ്മൾ ഇതിനു മുമ്പേ പോയിട്ടുള്ളത് പോലെയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഇതുള്ളതുപോലെയും ഒരു തോന്നലുണ്ടായി. ഇത് പലർക്കും ഇതുപോലെ ഉണ്ടാകാറുണ്ട്. റിപ്പോർട്ടഡ് ഇൻസിഡൻസ് തന്നെ ഉണ്ട്. പക്ഷേ അതിന് ഒരു പ്രത്യേകിച്ച് ഞാൻ തമിഴ്നാട്ടിൽ പോകുമ്പോഴും ഒരു പ്രാവശ്യം ആന്ധ്രയിൽ പോകുമ്പം ഇങ്ങനെ ആന്ധ്ര ഒറീസ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിലുണ്ട്. അതിനെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് എല്ലാ എക്സ്പീരിയൻസ് ഉണ്ടാവും, പ്രേക്ഷകർക്കും ഉണ്ടായി കാണണം. അപ്പൊ എപ്പോഴെങ്കിലും ഇതിനെ ഏതെങ്കിലും രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലോ അതിനെക്കുറിച്ച് വായിക്കാനോ, അപ്പൊ അങ്ങേക്ക് ഹിസ്റ്ററി താല്പര്യമുള്ളവരിൽ ഇപ്പോൾ ഒരുപാട് പാസ്റ്റ് ലൈഫ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചിലത് ശരിയായും ചിലത് തെറ്റായും ഒക്കെ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനൊരു കൗതുകമോ അല്ലെങ്കിൽ അന്വേഷിക്കാനൊരു ഇതുപോലെ പല സംഭവങ്ങളുണ്ട്. ഒരു പർട്ടിക്കുലർ ഫ്ലൈറ്റ് ഞാൻ മിസ് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ മനഃപൂർവ്വമല്ല, ഞാൻ മിസ് ചെയ്യുന്നു. അത് എന്തോ മിസ് ചെയ്തു, ആ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യുന്നു. അപ്പം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് വളരെ സിമ്പിളാണ്. ഇപ്പോഴും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ട്. അത് 100%. അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു കേസിലിരുന്ന് സത്യത്തിൻ്റെ കെയർ ഓഫിൽ മാത്രം പുറത്ത് വരുന്ന ഒരു കാര്യം അൺഇമാജിനബിളാണ്. ശാസ്ത്രത്തിന്റെ പല കാര്യങ്ങളും കണ്ടെത്തിയ ഒരു വ്യക്തിയാണ്, ഏറ്റവും പ്രമുഖ ശാസ്ത്രജ്ഞന്മാരിലൊരാളാണ്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ബ്രേക്ക് ത്രൂ, ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ പെട്ടെന്ന്, അതായത് നമ്മൾ ചിന്തിച്ചെടുക്കുന്നതിനപ്പുറം ഏതെങ്കിലും ഒരു വെളിപാടുണ്ടായതുപോലെ എന്തെങ്കിലും കണ്ടെത്താനോ പുതിയ തിയറംസിലേക്കോ പുതിയ മെറ്റീരിയൽ ഇൻവെൻഷൻസിലേക്കോ? ഇല്ല, അത് ഇൻസിഡൻ്റലാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ടർബോപം ടെസ്റ്റ് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. 13 പ്രാവശ്യം ഫെയിലായി. ഒരാൾ ജോക്കിനെ പറഞ്ഞു, ഇത് 13ാമത്തെ നമ്പറാണ്. ഞാൻ പറഞ്ഞിട്ട് 13ാമത്തെ നമ്പറാണെങ്കിൽ 13ാമത്തെ ടെസ്റ്റ് മാത്രം ഫെയിലാകണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 13 ഫെയിലായി എന്ന് പറഞ്ഞു വന്നപ്പം ഒരു സാധാരണ ഒരാൾ അങ്ങനെ ചോദിച്ചത്, സാർ ഇത് എന്തോ സംതിങ് ടു ഡു വിത്ത് ഇൻസിഡൻ്റലി 13ാമത്തെ സെക്കൻഡാണ് ഫെയിലാകുന്നത്. ടെസ്റ്റ് തുടങ്ങി 13ാമത്തെ സെക്കൻഡ്. അപ്പോൾ പുള്ളി പറഞ്ഞു, സാർ നമ്മളെല്ലാം ടൈം 13ാമത്തെ സെക്കൻഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ ചിന്തിക്കുന്നില്ല. ഈ 13ാമത്തെ സെക്കൻഡും ഫ്ലോവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ എന്നുകൊണ്ട് സാർ ഒന്ന് ആലോചിക്കുക. അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ആൻസർ മനസ്സിലായി. ഉടനെ എനിക്ക് ആൻസർ കിട്ടി, എന്താണ് ഇതിൻ്റെ കാരണമെന്നുള്ളത്. അത് ദൈവാനുഗ്രഹമാണോ അല്ല ക്വിക്ക് ഗ്രാസ്പിംഗ് ആണോ? പക്ഷേ അതായത് സത്യത്തിൽ അത് ഇൻസിഡൻറ്റ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, അത് ബുക്കിലെയും ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് ഒരാൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. അപ്പം അത് എനിക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയായിരിക്കും അങ്ങേരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്ന് വേണം. അതങ്ങനെ അത്രയും എന്താ, ഇപ്പം എന്നെക്കാട്ടിലും വലിയ ഒരു ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ അബ്ദുൽ കലാം. ഈ കേസിൻ്റെ കാര്യത്തിൽ ഡോക്ടർ കലാം ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കൂടെയാണല്ലോ ഞാൻ ആദ്യം വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ പുള്ളി എനിക്ക് തന്ന ഒരു വലിയ അഡ്വൈസ്, ഞാനിത് പുറത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്നാലും പറയാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ ഇതാണ്, ജസ്റ്റ് ലീവ് ഇറ്റ്, ഇത് കൂടുതലായിട്ടൊന്നും ഫൈറ്റ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയാണ് പുള്ളിയെ. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, അതെല്ലാം ഒരാൾ മുകളിലുണ്ട്, നോക്കിക്കൊള്ളും. ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ ഇത് ശാസ്ത്രജ്ഞൻ, ഞാൻ ഈശ്വര വിശ്വാസം ഉണ്ടോ? പിന്നെ ഡോക്ടർ കലാമിന് ഈശ്വര വിശ്വാസം ഇല്ലാതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രോബ്ലംസോ വരുമ്പോഴാണ് ഇവർ ദൈവത്തിനടുത്ത് പോകുന്നത്.
എൻ്റെ കേസിൽ അങ്ങനെയല്ല. ഒരു പ്രോബ്ലംസ് ഇല്ലാതെപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു 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 ഇത് വന്നിട്ടില്ല. അത് കൂടെ നിൽക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു രാത്രി, നല്ല ഒരു രാത്രി, നിങ്ങളിപ്പോൾ ഞാൻ രാത്രി നടക്കാറുണ്ട്, സ്കൂട്ടറിൽ പോകാറുണ്ട്, ഒരു സെൽഫ് കോൺഫിഡൻസോടെ കൂടെ പോകും. എനിക്ക് ഒരു പേടിയില്ല. അപ്പോൾ അത് പേടിയില്ലാത്തത് ഞാൻ എന്തോ ഒരു വലിയ ധീരനാണെന്നോ അല്ലെങ്കിൽ വലിയ ധൈര്യം ഉണ്ടെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ ഫീലിംഗ് ഈസ് എൻ്റെ കൂടെ ആരോ വരുന്നുണ്ട്. I am protected, correct, you are right. I am protected. I have the full support of some force which I can't explain. പക്ഷെ മാത്രമല്ല അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആരെ കൺവിൻസ് ചെയ്യാനായിട്ട്? ബിയോണ്ട് ആർട്ടിക്കുലേഷൻ ടു. എൻ്റെ വൈഫാണെങ്കിൽ എന്നെക്കാട്ടിലും കൂടുതൽ എന്ത് പറയാനാ ഈശ്വരവിശ്വാസം. 24 മണിക്കൂർ. ഇന്ന് ഈ കേസ് തുടങ്ങിയപ്പം I think she went when I was in the jail. അവിടെ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് രാത്രി എളിച്ചു വരുന്നില്ല. അവരൊന്ന് എല്ലാവരും എളിച്ച് വിടുകയാണ്. പിന്നെ വീണ്ടും അവർ ഇങ്ങനെ. അപ്പോൾ ഞാൻ വേറൊരു രീതിയിലാണ് ഇത് നോക്കുന്നത്. ഈ കേസ് ഞാൻ ഇത്രയും ജയിച്ച് എൻ്റെ കൂടെ ഇത്രയും ആളുകളൊക്കെ നിൽക്കാനുള്ള ഒറ്റ കാരണം ദൈവവിശ്വാസമാണ്. പക്ഷേ ഇപ്പം ഈ വിഷയത്തെ ഇപ്പം അങ്ങ് ഇപ്പോൾ ഒരുപാട് അച്ഛനമ്മമാരിതിൽ എങ്ങനെയാണ് ഈ ദൈവം പോലുള്ള വിഷയങ്ങളെ അല്ലെങ്കിൽ ആത്മീയതയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത്? ഇപ്പോൾ ഒരു പിതാവാണ്, ഒരു കുടുംബമാണ്, എങ്ങനെയായിരിക്കും അങ്ങ് അവർക്കൊരു അഡ്വൈസ് നൽകുക? എങ്ങനെയായിരിക്കും ഈ വിഷയം പരിചയപ്പെടുന്നത്? ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാം. ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗ ഷുഗർ വിൽ ടേസ്റ്റ്? ടേസ്റ്റാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ഫീൽ ഇറ്റ്. അതുപോലെ ഈ കാര്യങ്ങൾ അവർ ഫീൽ ചെയ്യണം. ഇനി ഫീൽ ചെയ്യാനുള്ള അച്ഛൻ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ അടുത്ത് കെയർഫുള്ളായിട്ടിരിക്കുന്നത്. ഫേറ്റൽ ആക്സിഡൻറ്റ് ആകാതിരിക്കണമെങ്കിൽ അത് കാറിലായാലും സ്കൂട്ടറായാലും സൈക്കിളിലായാലും ഇതൊക്കെ അനുഭവിച്ച് മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ. അനുഭവിക്കണം. തിരിഞ്ഞു നോക്കുമ്പോൾ അതേപോലെ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഈ കേസിന്റെ എല്ലാത്തിനു മുമ്പും ശാസ്ത്രരംഗത്തേക്ക് വരാനോ മറ്റോ ഏതെങ്കിലും വഴി തിരിച്ചു വിട്ട സംഭവങ്ങളോ വ്യക്തികളോ റോൾ മോഡൽസോ അങ്ങനെ ആരെങ്കിലും? അല്ല, പ്രത്യേകിച്ചല്ല. എൻ്റെ ഞാൻ പറഞ്ഞില്ലേ അന്ന് ആ സത്യാഗ്രഹമാണോ എന്ന് ചോദിച്ച ആ സമയം മുതൽ ഈ നിമിഷം വരെ എനിക്ക് ഇതെല്ലാം പ്രീ ഡിറ്റർമിൻഡായിട്ട് നടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതിനകത്ത് ഞാൻ ചെയ്യണം. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത സുപ്രീം കോടതിയിൽ പോകും, പോയേ പറ്റത്തുള്ളൂ. ജയിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത് എന്താ ആരെങ്കിലും ഗ്യാരണ്ടി തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടക്കും. അതിൻ്റെ കാരണം അത്രയും വിശ്വാസം എനിക്കുണ്ട്. അങ്ങക്ക് വേണ്ട രീതിയിൽ കേരളീയ സമൂഹവും എന്തിന് ഒരു പറ്റം മാധ്യമങ്ങളടക്കം പിന്തുണ നൽകിയില്ല. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പലപ്പോഴും തിരിച്ചു പിടിക്കാനല്ലെങ്കിൽ വലിച്ചു താഴെയിടാനേ നോക്കിയുള്ളൂ എന്നൊരു വിഷമം തോന്നിയിട്ടില്ല. തുടക്കത്തിൽ അത് ഞാൻ വീണ്ടും പറയാണ്, അവരെ മിസ്ഗൈഡ് ചെയ്തു. അവരെ മിസ്ഗൈഡ് ചെയ്തതിന് ഞാൻ വളരെ മഗ്നാനിമസ് ആയിട്ട് പറയാൻ കാരണം അവർ ആർക്കും റാക്കറ്റ് സയൻസ് അറിയില്ല. നമ്പർ 1. നമ്പർ 2, ഒരു സെൻസേഷണൽ ന്യൂസാണ്. അപ്പോൾ ഇവിടെ ഒരു സെൻസേഷണൽ ന്യൂസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അന്നത്തെ കാലത്ത്. ഇനി മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പറയുന്ന ആളിനെ അവർ വിശ്വസിച്ചു പോയി. ഇതാണ് ഇവിടുത്തെ ആക്ച്വലി ഞാൻ വീണ്ടും പറയുന്നത്. എന്നെ നിങ്ങളിപ്പം വിശ്വസിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ സാധാരണഗതിയിൽ എനിക്കുണ്ടാകുന്ന ഒരു ചുമതലയെക്കാട്ടിലും കൂടുതൽ ചുമതല എനിക്കുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളെ മട്ടിക്കാൻ പാടില്ല. കാരണം നിങ്ങളെന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് വിശ്വാസമോഷണമാണ്, വിശ്വാസ വഞ്ചന എന്ന് വേണമെങ്കിൽ പറയണം. അപ്പോൾ വിശ്വസിച്ച് പോയ ഒരാൾ ഈ വിശ്വാസ വഞ്ചന ചെയ്തതാണ് ഈ കേസിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ. അങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടത്. മാധ്യമങ്ങൾ വാസ് അബ്സല്യൂട്ട്ലി മിസ്ഗൈഡഡ്. യു ടോക്ക് ടു മാധ്യമപ്രവർത്തകർ പലരും വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ ഇങ്ങനെ ആയിപ്പോയി സാർ, ഞങ്ങളെ ഇങ്ങനെ ബ്രീഫ് ചെയ്തു, ഞങ്ങൾ അങ്ങനെ എഴുതി. പക്ഷെ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ന്യൂസ് മുഴുവനും ഒരേ ടൈപ്പാണ്. അപ്പോൾ സോഴ്സ് ഈസ് സെയിം. അപ്പോൾ ഈ സോഴ്സിനെ വിശ്വസിച്ച് പോയല്ലോ. ഒരു ലാർജസ്റ്റ് സർക്കുലേറ്റഡ് മലയാളം ഡെയിലിയുടെ ഒരു ബ്യൂറോ ചീഫ് പൊസിഷനിലിരിക്കുന്ന ആൾ കറഞ്ഞുപോയി. അത് മാത്രമല്ല, ഇതിന് ഈശ്വരവിശ്വാസം നമ്മൾ പറയുമ്പോൾ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഡെയിലി അമ്പലത്തിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ചർച്ചിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതുകൊണ്ടോ അവിടെ പ്രാർത്ഥിച്ചോ അത് ദൈവവിശ്വാസമല്ല. ദൈവവിശ്വാസം നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തിന് സഹിക്കാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. വേറെ പള്ളിക്ക് പോകണ്ട, വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ദൈവം സമ്മതിക്കാതെ, ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യാതെ ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതാണ് ദൈവവിശ്വാസം. ഇന്നിപ്പോൾ നടന്ന ഈ കള്ളക്കേസിൽ ഈ കള്ളക്കേസ് ഉണ്ടാക്കിയ ചിലർ വളരെ 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 ഭക്തിമാനാണ് എന്ന് പറയപ്പെടുന്നു. എങ്ങനെ ഇത് വിശ്വസിക്കാനാണ്? ഇവർക്ക് ചർച്ചിൽ പോകുന്നവരുണ്ട്, പള്ളിയിൽ പോകുന്നവരുണ്ട്, അമ്പലത്തിൽ പോകുന്നവർ. എങ്ങനെ വിശ്വസിക്കും? ഇവർ ചെയ്തിട്ടുള്ള കാര്യം ഒരു കുടുംബം തകർത്തു, ഒരു നാടിൻ്റെ നഷ്ടമുണ്ടായി,
എനിക്കുണ്ടായ നഷ്ടങ്ങളെ ഇപ്പോൾ ഞാൻ അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് എനിക്ക് നല്ല ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, തീർച്ചയായും. അപ്പം അവർ ഇന്ന് എനിക്ക് എങ്ങനെ ക്രെഡിബിലിറ്റി വന്നു എന്നുള്ളതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. അപ്പം എനിക്ക് ക്രെഡിബിലിറ്റി വന്ന സ്ഥിതിയിൽ തന്നെ മറ്റേ സൈഡ് ക്രെഡിബിലിറ്റി പോയി. ഇല്ലെങ്കിൽ ആ പേഴ്സൺസൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അത് തന്നെ അവർക്കൊരു പനിഷ്മെൻ്റാണ്, വേറെ ആക്ഷൻ വേണ്ട. അത് തന്നെ അവർക്ക് മൗനം മാത്രമാണ് ഉത്തരം. മാത്രമല്ല, ഇവരും ഫാമിലി ഉള്ളവരല്ലേ, അവരുടെ കുടുംബങ്ങളില്ലേ, ഞാൻ ചോദിക്കട്ടെ, ഈ ക്രൈം ചെയ്തവരുടെ വീട്ടിലുള്ള ആ ഫാമിലി അവർ ചെയ്ത കാര്യം ശരിയെന്നും പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുമോ? ഒരിക്കലുമില്ല. അവരുടെ പിള്ളേർക്ക് എൻ്റെ അച്ഛൻ ഇത് ചെയ്തു വന്നിട്ട് ബോസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ പുറത്തെ ഞാൻ പറയുകയാണ്, ഷുവറായിട്ടും അവർക്ക് വിചാരിക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു പനിഷ്മെന്റ് കിട്ടും. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ഒരു സിൻസിയറിറ്റിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ഒരു ഇന്നസെൻസുമായിരുന്നു. ഒരു പ്രമുഖനായ ശാസ്ത്രജ്ഞൻ കേരളമെല്ലാം തിരിച്ച് ലജ്ജയോടുകൂടി തലതാഴ്ത്തി മാത്രം ഓർക്കുന്ന ചില എപ്പിസോഡുകളിൽ വരിക, അതിനുശേഷം ഇന്നും നീതിക്ക് വേണ്ടി പോരാട്ടം തുടരുക. അദ്ദേഹത്തിന് ആ നീതിയുടെ ദേവത, നമ്മളെല്ലാം വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്ന സത്യമെന്നോ ദൈവമെന്നോ നീതിയെന്നോ ഒക്കെ വിളിക്കുന്ന ആ ദൈവം അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമയത്തിന് വളരെയധികം നന്ദി. താങ്ക് യു.